ബഹുമാനപ്പെട്ട വിചാരിച്ച വചന പ്രഘോഷണ ടീമിലെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, മറ്റു സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ വിശ്വാസവർഷ ആചരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ സന്ധ്യയിൽ നമ്മളിവിടെ പ്രാർത്ഥനയ്ക്കും പരിചിന്തനത്തിനുമായിട്ട് ഒന്നിച്ച് കൂടിയിരിക്കുകയാണല്ലോ. പരിശുദ്ധ പിതാവ് വചന വർഷത്തിന്, വിശ്വാസ വർഷത്തിന്, നവസുവിശേഷവൽക്കരണത്തിനൊക്കെ മുൻഗണന കൊടുത്തപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിൽ നമ്മൾ നല്ല മാതൃകകൾ കണ്ടെത്തണം, ആ മാതൃകകൾ അനുകരിക്കണം എന്നെല്ലാം പ്രത്യേകം പറയുകയുണ്ടായി. ഞാൻ 2-3 നിമിഷങ്ങൾ വേദപുസ്തകത്തിലെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ മറിയത്തിന്റെ സ്തോത്രഗീതത്തിലെ ഒരു വാക്യത്തെക്കുറിച്ച് ഒരു കുഞ്ഞ് വിചിന്തനം പറയുകയാണ്. 1-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങളിലെ 46-ാമത്തെ തിരുവചനമാണല്ലോ, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിനെ തുടർന്നുള്ള തിരുവചനങ്ങൾ സ്തോത്രഗീതം എന്ന് അറിയപ്പെടുന്നു. സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ ഒരു സംഗീതാത്മകമായ തിരുവചനങ്ങളാണ് അതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ സ്തോത്രഗീതത്തിലെ വിശ്വാസത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ് അമ്മ സംസാരിക്കുന്നത്. എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം, മനസ്സിൻ്റെ ഉള്ളറകള് ദൈവ ചിന്ത കൊണ്ട് കുതിച്ചു ചാടുന്നു എന്നുള്ള ആ അർത്ഥത്തിലാണല്ലോ. ആ സ്തോത്രഗീതത്തില് അമ്മയെക്കുറിച്ച് തന്നെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത്, ദൈവം തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. നമുക്ക് ആദ്യം തോന്നുന്നു അമ്മയെക്കുറിച്ച് തന്നെ എന്താണ് ഇങ്ങനെയെല്ലാം പറയുന്നത്. നമുക്കുള്ള ഒരു കാറ്റഗൈസിസ് ആയിട്ട്, നമ്മുടെ വിശ്വാസത്തിൽ പരിശീലിപ്പിക്കപ്പെടേണ്ടവരായിട്ട് വരാൻ വേണ്ടി പറയുന്നതാണ്. ഈ സ്തോത്രഗീതത്തെ വ്യക്തിപരമായ വായനയേക്കാൾ സഭാത്മകമായ ഒരു റീഡിംഗ് ആണ് അതിന് നമ്മൾ കൊടുക്കേണ്ടത്. അത് കേവലം അമ്മയുടെ മനസ്സ് മാത്രമല്ല, സഭയുടെ മനസ്സാണ്. അതുകൊണ്ടാണ് ദൈവം തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ദൈവം നോക്കി, ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇറ്റേണൽ ലുക്ക്, ഒരു വലിയ നോട്ടം അമ്മയുടെ നേർക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് അമ്മ മനസ്സ് തകർന്നവളെ പോലെ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാം നൽകിക്കൊണ്ട് സംസാരിക്കുന്നത്. രണ്ടാമത് അമ്മയെക്കുറിച്ച് പറയുന്നത്, ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ദൈവത്തിന്റെ മാലാഖമാർക്ക് ഉത്തരം കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. മറിയം ബ്ലെസ്സഡ് ആണ്, ഭാഗ്യവതിയാണ് എന്ന് വരാനിരിക്കുന്ന തലമുറകൾ എല്ലാം പറയും. മൂന്നാമത്തേത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മറിയത്തിന്റെ മനസ്സുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞപ്പോൾ 3 കാര്യങ്ങള് മറിയത്തെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ദൈവം തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇത് മറിയം സ്തോത്രഗീതത്തിലൂടെ നമുക്ക് നൽകുമ്പോൾ, ഒരു കുട്ടി കുളത്തില് വെള്ളത്തിലൊരു കല്ലെറിഞ്ഞിട്ട് അതിന്റെ കരയ്ക്ക് കയറിയിരുന്ന്
അതിൻ്റെ ഓളങ്ങൾ നോക്കുന്നത് പോലെയാണ്. അമ്മയെക്കുറിച്ച് ഇത് പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് സഭയിൽ അത് പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അതാണല്ലോ അതിൻ്റെ പൊതുവായ വായന. ആ തിരുവചനത്തെ നമ്മൾ സഭയുമായിട്ട് ബന്ധപ്പെടുത്തി, നമ്മൾ ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴാണ് ഒരു വ്യക്തി പറഞ്ഞതിൽ നിന്ന് അത് സഭയുടെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനയായിട്ട്, സ്തോത്രഗീതമായിട്ട് നമ്മൾ എടുക്കുന്നത്. അമ്മ അതിനെ ഒന്നും വേലി കെട്ടി തിരിച്ച് പേഴ്സണലൈസ്ഡ് ചെയ്ത് മാറ്റിയിട്ടില്ല. അതെല്ലാം നമുക്ക് വേണ്ടി പറഞ്ഞതാണ്. ഓരോ സത്യവിശ്വാസിയും മനസ്സ് നിറഞ്ഞ് ദൈവത്തെ പുകഴ്ത്തുന്നതിൻ്റെ ഒരു മാതൃക നമുക്ക് കാണിച്ച് തന്നിരിക്കുകയാണ്. പിന്നീട് നമ്മൾ ആ സ്തോത്രഗീതത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ശക്തന്മാരെ വെറും കൈയോടെ ദൈവം പറഞ്ഞയക്കും. ശക്തന്മാരെ വെറും കൈയോടെ പറഞ്ഞയക്കും. സുവിശേഷത്തിൽ തന്നെ അതിന് ഉദാഹരണങ്ങളുണ്ടല്ലോ. വലിയ കൃഷി നടത്തി ധാരാളം ധാന്യം വിളഞ്ഞു, എന്റെ വീട് ഞാൻ വലുതാക്കി പണിയും എന്ന് പറയുന്ന ആ കർഷകനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ രാത്രിയിൽ നിന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ എന്താണ്? വലിയ ശക്തനായിട്ട് അദ്ദേഹം വന്നതാണ്. വീട് പൊളിച്ച് പണിയുന്ന വിധത്തിലുള്ള വിളവ് കിട്ടിയപ്പോൾ അവിടെ ചോദിക്കുന്ന ആ ചോദ്യം അയാള് വെറും കൈയോടെ പോകുന്നത് പോലെയായി. അതിൽ അന്തർലീനമായിരിക്കുന്ന ഒരു പ്രായോഗിക ചിന്ത, നമ്മളൊക്കെ 10, 40, 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് എല്ലാവരും തന്നെ ചെറിയ വീട്ടിൽ താമസിച്ചവരാണ്. 8-10 പിള്ളേര് ഒരൊറ്റ മുറിയിൽ ഒന്നിച്ച് കിടന്നുറങ്ങി, ഒന്നിച്ച് പ്രാർത്ഥിച്ചു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ആ ചെറിയ വീട്ടിൽ വലിയ ജീവനുണ്ട്. പിള്ളേരുടെ എണ്ണം കൂടുതലുണ്ട്, വീടിന് മുറികളുടെ എണ്ണം കുറവാണ്, കുട്ടികളെല്ലാം തന്നെ ഒരു മുറിക്കകത്താണ്. വീട് വലുതാകുമ്പോൾ ഓരോ കുഞ്ഞിനും ഓരോ മുറിയുള്ളപ്പോൾ ജീവൻ കുറയുന്നു എന്ന ഒരു ആധ്യാത്മികമായ അർത്ഥവും അതിനകത്തുണ്ട്. വീട് പൊളിച്ചു പണിയുമ്പോൾ നമുക്ക് നഷ്ടം വരുന്ന ആ ചൂടുള്ള സ്നേഹം, അവിടെയും നമ്മൾ വെറുങ്കൈയായി പോവുകയാണ്. നമുക്ക് ഒരു 10-40 കൊല്ലം മുമ്പുണ്ടായിരുന്ന ആ ഒരു സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, അടുപ്പം എല്ലാം ഒരുപാട് കുറഞ്ഞുപോയി. വീട് പൊളിച്ച് വലുതാക്കുന്ന ആ ഒരവസ്ഥയിൽ നഷ്ടപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം കൂടെ അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണല്ലോ, വലിയ ഭക്തൻ എന്ന് കരുതി പ്രാർത്ഥിക്കാൻ വന്ന ഫരീസയൻ ദേവാലയത്തില് ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് പോയി. വലിയ ആധ്യാത്മികതയുള്ളവൻ എന്ന് കരുതി വന്നവൻ വെറും കൈയോടെ നീതീകരിക്കപ്പെടാണ്ട്, കർത്താവിനാൽ സ്നേഹിക്കപ്പെടാണ്ട് പോയി. ശക്തന്മാരെ വെറും കൈയോടെ പറഞ്ഞയക്കുന്നു. ധാരാളം സമ്പത്തുള്ള യുവാവ് ഈശോയുടെ അടുക്കൽ കൂടുതൽ സംതൃപ്തിക്ക് വേണ്ടി വന്നപ്പോൾ ആ സംഭാഷണം ഉൾക്കൊള്ളാൻ പറ്റാതെ അവൻ വിഷാദനായി പോകുമ്പോഴും അവിടെയും ശക്തനെ മറിച്ചിടുകയാണ്. ദൈവത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരാനായിട്ട് അവന് സാധിക്കുന്നില്ല. പരിശുദ്ധ അമ്മ ഇതെല്ലാം നമ്മോട് പറയുന്നത്, വിശ്വാസത്തിന്റെ മേഖലകളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചില ആചാരങ്ങളുണ്ട്. അത് നമ്മൾ പരിഗണനയിൽ എടുക്കണം. ഈ തിരുവചനത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിന് പിന്നീട് അമ്മയെ കുറിച്ചുള്ള പല പ്രബോധനങ്ങളും സഭയിൽ കൊണ്ടുവന്നു. ഉദാഹരണമായിട്ട് അമ്മയുടെ സ്വർഗാരോപണം, അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് പോയി. പിന്നീട് ദൈവശാസ്ത്രജ്ഞന്മാര് അതിനെക്കുറിച്ച് വിശ്വാസത്തിന്റെ മേഖലകളിൽ തർക്കവിഷയമാക്കി അതിനെ കൊണ്ടുവന്നപ്പോൾ ഒരു വലിയ തത്വശാസ്ത്രജ്ഞൻ, കീർക്കഗാഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ ദാർശനികൻ, അദ്ദേഹം പ്രൊട്ടസ്റ്റന്റുകാരനാണ്, കത്തോലിക്കനല്ല.
പ്രൊട്ടസ്റ്റന്റുകാരും മാതാവിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ അംഗീകരിക്കാതെ നടക്കുന്നവരുമാണ്. അദ്ദേഹം അതിനെക്കുറിച്ച്, നമ്മൾ കത്തോലിക്കര് അത് തർക്കവിഷയമാക്കിയപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, വേദപുസ്തകം ശരിക്ക് പഠിച്ച് മറിയം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മറിയം സ്വർഗത്തിലുണ്ട് ആത്മശരീരങ്ങളോടെ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ തർക്കിക്കേണ്ടതില്ല എന്ന് ആ പ്രൊട്ടസ്റ്റന്റുകാരൻ നമ്മുടെ കത്തോലിക്കരുടെ തർക്കം മുറിയപ്പോൾ പറയുകയുണ്ടായി. അവിടെയാണ് നമ്മൾ വിശ്വാസത്തിന്റെ നല്ല മേഖലകൾ നമ്മൾ ഒന്നുകൂടെ കണ്ടെത്തേണ്ടത്. വേദപുസ്തകം, സുവിശേഷം നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കൃപ നിറഞ്ഞവളാണ്, സ്വാർത്ഥതയില്ലാത്തവളാണ്, ഫുൾ ഓഫ് ഗ്രേസ്. അല്പം പോലും സ്വാർത്ഥതയില്ലാത്ത വ്യക്തി വേറെ ആരുമില്ല. അങ്ങനെയുള്ള ആ വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ കൃപയാണ്. ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ തന്നെ കത്തോലിക്കര് തന്നെ എന്തിനാണ് ഇരുന്ന് തർക്കം പറയുന്നതെന്ന് വലിയ ദാർശനികൻ പ്രൊട്ടസ്റ്റന്റുകാരൻ ചോദിച്ചു. അതാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങള്. അതുകൊണ്ട് നമ്മളുടെ ഈ കൂടിവരവില് അമ്മയുടെ മാതൃക, അമ്മ മനസ്സുകൊണ്ട് ചിത്തം കൊണ്ട് ദൈവത്തിന് പാടുന്ന ആ പാട്ട്, അത് സഭയുടെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളാണ്. അത് നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചാലും അതിന്റെ ഭംഗി നഷ്ടപ്പെടുന്നില്ല. ആ ഒരു തിരുവചന ഭാഗത്തെക്കുറിച്ച് തന്നെ പറയുന്നത് അത് സാഹിത്യപരമായിട്ടും വളരെ മനോഹരമായ കാര്യമാണ്. മറിയത്തിന്റെ സ്തോത്രഗീതം, അവിടെ അമ്മ പറഞ്ഞു വരുന്ന ആ കാര്യത്തില് തലമുറകൾ തോറും നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി അരുളി ചെയ്ത കാര്യം, അവിടെ കഴിഞ്ഞ കാര്യവും വരാനിരിക്കുന്ന കാര്യവും എല്ലാം ഈ അമ്മയിൽ ഒന്നിച്ച് വരികയാണ്. അബ്രാഹത്തോടും സന്തതികളോടും പറഞ്ഞ കാര്യം അവിടെ തീർന്നില്ല, അത് എന്നേക്കുമായി. അതിന്റെ ലത്തീൻ ഭാഷയിൽ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻ എറ്റേർണും, ഒരിക്കലും തീർന്നു പോകാത്ത ആ കാലഘട്ടം വരെ നിൽക്കേണ്ട കാര്യം അമ്മ ഇവിടെ കൊണ്ടുവരികയാണ്. അതിന്റെ കാരണം അമ്മയുടെ ഉദരത്തിൽ ദൈവമാണ്, ഈശോയാണ്. ആ ഈശോയില് കഴിഞ്ഞതും വരാനിരിക്കുന്നതും രണ്ടും ഒരുപോലെ ഇപ്പോഴ് നിത്യത ഇവിടെ അമ്മയുടെ ഉദരത്തിലാണ്. അതാണ് വരും തലമുറകളിലേക്ക് എല്ലാ കാലത്തുമുള്ള ആളുകള് എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും എന്ന് അമ്മ പറഞ്ഞതിന്റെ കാരണം. ആ സ്തോത്രഗീതം ഒരു കാലത്തും അത് പഴയതല്ല, ഒരു കാലത്തും അത് പ്രായോഗികമല്ലാണ്ടാകുന്നില്ല, ഇന്നത്തേതാകാണ്ടാകുന്നില്ല. ഒരു കാലത്തും അത് വരാനിരിക്കുന്ന ആ കാലത്തെക്കുറിച്ച് പറയാതെയും ഇരിക്കുന്നില്ല. എന്നേക്കുമായിട്ട് പറയപ്പെട്ട കാര്യമാണ്. അതിങ്ങനെ വിശ്വാസത്തിന്റെ നിത്യതയുടെ വലിയ ഒരു ഒഴുക്കായിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കാര്യമാണ്. ആ നിത്യതയാണ് ഓരോ കുർബാനയിലും നമ്മൾ അനുസ്മരിക്കുന്നത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകണമെന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ഈ സ്തോത്രഗീതത്തിന്റെ മറ്റൊരു രൂപമാണത്. കുർബാന തന്നെ അമ്മയുടെ ഈ സ്തോത്രഗീതം പോലെയാണ്. നിത്യത, വരാനിരിക്കുന്ന ആ കാര്യത്തെ എല്ലാം നമ്മൾ ഇവിടെ വലിച്ച് അടുപ്പിച്ച് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തിന്റെ മേഖലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ വലിയ പ്രാധാന്യം, അമ്മയുടെ മനസ്സോടുകൂടെ നമുക്ക് കർത്താവിന്റെ മുമ്പിൽ ഇരിക്കാൻ സാധിക്കണം. അമ്മ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചത് ഇന്ന് സഭ ഒന്നാകെ സമൂഹമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്. ആ സ്തോത്രഗീതം സഭയുടേതാണ്. ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസം കാത്ത് സംരക്ഷിക്കുന്ന മനോഹരമായ ഒരു സംഗീതമാണത്. അത് തന്നെ ഒരു കുർബാന ടെക്സ്റ്റാണെന്ന് പറയുന്ന പണ്ഡിതന്മാരേറെയുണ്ട്. അതിലെല്ലാ കാര്യവുമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് തിരുവചനങ്ങൾ വായിച്ചെടുത്ത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കൂടുതലായിട്ടുള്ള ആഴപ്പെടലിന്, പരിശോധനകൾക്ക് ഒക്കെ നമ്മൾ തയ്യാറാകണം.
പരിശുദ്ധ അമ്മ ഏറ്റവും നല്ല മാതൃകയാണ്. തിരുവചനം കൊണ്ട് നെയ്തെടുത്ത ഒരു കുപ്പായമാണ് മറിയമെന്ന് നമ്മളുടെ പാപ്പ എമരിത്തൂസ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തിരുവചനങ്ങൾ കൊണ്ട് നെയ്തെടുത്ത ഒരു കുപ്പായമാണത്. അമ്മ അന്ന് കന്യക, ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ആ അവസ്ഥയിൽ പഴയ നിയമത്തിലെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം പഴയ നിയമ പണ്ഡിതന്മാർക്ക് പോലും പറയാൻ പറ്റാത്ത ആ കാര്യങ്ങള് ആ യുവതി, കന്യകയായ ആ പെൺകുട്ടി ഗാനരൂപത്തിൽ ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് നല്ല വിശ്വസ്തത മനസ്സിലുള്ളപ്പോൾ, ചിത്തം കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അന്തരംഗത്തിൽ വരുന്ന വ്യത്യാസവും അതാണ്. അമ്മയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നിത്യതയെക്കുറിച്ച്, ഈശോയെക്കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്. അമ്മ സ്തുതിച്ചതെല്ലാം ഈശോയെ ഓർത്താണ്. നമുക്കും നമ്മുടെ പരിശുദ്ധ കുർബാനയിലും നമ്മുടെ യാമപ്രാർത്ഥനയിലുമെല്ലാം അതുപോലുള്ള ചിന്തകൾ കൊണ്ടുവരണം. ഇന്ന് കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും സമൂഹത്തിലുമെല്ലാം ദൈവഭാഷ അന്യം വന്നു പോവുകയാണ്. ഒരിക്കലും ആർക്കും ഒരു പൊതുസ്ഥലത്ത് ദൈവഭാഷ കൈകാര്യം ചെയ്യാൻ ഇഷ്ടമില്ല, ദൈവത്തെക്കുറിച്ച് പറയാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് കുട്ടികൾ ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നില്ല, വിശ്വാസത്തെക്കുറിച്ച് കേൾക്കുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വലിയ വിശ്വാസ വർഷം തന്നെ പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചത്. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലും വൈദിക ജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലുമൊക്കെ വിശ്വാസത്തിന്റെ മേഖലയിൽ വന്നിട്ടുള്ള പോരായ്മകളെ കുറിച്ച് ഓർക്കാം. നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ നന്ദിയുള്ളവരായിരിക്കാം. നമ്മുടെ പോരായ്മകൾ നമ്മൾ തിരുത്തി വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് പരിശുദ്ധ അമ്മയും വിശുദ്ധ അൽഫോൻസാമ്മയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനുമെല്ലാം നമുക്ക് മാതൃകയാകട്ടെ.